സുന്ദരിച്ചീര, നമ്മുടെ വ്ളോഗ് താങ്കര ചീരയും പിന്നെ അഗസ്ത്യച്ചീര, പാലച്ചീരയുണ്ട്. എന്നിങ്ങനെ കുറേ തരം ചീരകളുണ്ട്. എല്ലാവർക്കും റിച്ചസ് വേൾഡ് ഗാർഡന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാ തരം ചീരകളും, ആ വീഡിയോ ഒക്കെ വിത്തുകളും, നല്ല വിളവിനുള്ള വളപ്രയോഗവും പിന്നെ കീടനിയന്ത്രണവും എല്ലാം വിവിധ ഭാഗങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ഈ സുന്ദരിച്ചീര ഒന്ന് പരിചയപ്പെടാം. സാധാ ചീരയുടെ വിത്തുകൾ പോലെ തന്നെയാണ് ഇവയുടെ വിത്തുകളും. വിത്ത് പാകുന്നതിനുള്ള മണ്ണൊരുക്കലാണ് ചീരകൃഷിയുടെ വിജയം. ഇളക്കമുള്ള മണ്ണായിരിക്കണം, മിതമായ രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കണം, മണ്ണിൻ്റെ pH നിയന്ത്രിക്കണം, അതിനായിട്ട് കുമ്മായം ഇട്ട് സെറ്റാക്കിയ മണ്ണായിരിക്കണം. അപ്പോൾ കൃഷി രീതിയൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇനി ഇത് വ്ളാത്താങ്കര ചീര. ഈ ചീര ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നിറത്തിലും ഗുണത്തിലും രുചിയിലുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ദീർഘകാലം വിളവ് തരും. പിന്നെ നമ്മൾ മുറിക്കും തോറും ഇതിൽ ഇഷ്ടംപോലെ ശാഖകൾ വരും. പിന്നെ ഒരു വർഷത്തോളം ഇത് നമുക്ക് വിളവും തരും. ഇതിൻ്റെ വിത്തിന് കിലോയ്ക്ക് 3500 രൂപ വരെ വിലയുണ്ട്. ഇനി പൊന്നാങ്കണ്ണി ചീരയാണ്, അക്ഷരച്ചീര എന്നും ഇതിന് പേരുണ്ട്. ഇത് കണ്ണിന് നല്ലൊരു ഔഷധമാണ്. പിന്നെ ഇതിൻ്റെ ഇല നല്ല സ്വാദിഷ്ടം തന്നെയാണ്. ഇളം തണ്ടുകൾ നമ്മൾ മുറിച്ചിട്ടാണ് ഇതിൻ്റെ വംശവർദ്ധനവ് നടത്തുക. അതായത് ഇതുപോലെ ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ചിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് കുത്തിവെച്ചാൽ മതി, അത് പടർന്ന് നന്നായിട്ട് ഉണ്ടായിക്കോളും. ഇത് അഗസ്ത്യചീര. അഗസ്ത്യചീര വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ വേണം നടാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ തൈകളാണ് ഇത് നമ്മൾ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അഗസ്ത്യചീരയുടെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊരു കുറ്റി മരമാണ്. നമുക്ക് ധാരാളം ചെടികൾ വേണമെന്നില്ല, ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള അഗസ്ത്യചീര ഇതിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്ത് ഇതിൻ്റെ പൂക്കളും നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. പാലച്ചീരയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലച്ചീരയുടെ വിത്തുകൾ നമ്മൾ 12 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം. അതിനുശേഷം അത് ഊറ്റിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് 1-2 മണിക്കൂർ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കണം. അതിന് ശേഷം മാത്രമേ ഇത് വിത്ത് പാകാൻ പാടുള്ളൂ. പാലച്ചീര നമ്മൾ പാകുന്ന മണ്ണ് നല്ല മണൽ കലർന്നതായിരിക്കണം, കാരണം നീർവാർച്ച ഉള്ള മണ്ണായിരിക്കണം ഇതിന്. പിന്നെ ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് വേണം. ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിൻ്റെ ഇലകൾ വലുതായിട്ട് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പാലച്ചീരയ്ക്കും ഈ പറഞ്ഞ പോലെ തണലാണ് വേണ്ടത്. വെയിൽ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ്. എന്നിരുന്നാലും നമ്മുടെ മഴക്കാലത്താണ് ഈ ചെടി കൂടുതലായിട്ട്, പാലച്ചീര നന്നായി വളരുന്നത് മഴക്കാലത്താണ്. തണുത്ത അന്തരീക്ഷമാണ് പാലച്ചീര. ഒരു 30 ദിവസം കൊണ്ട് തന്നെ പാലച്ചീര വിളവെടുക്കാൻ സാധിക്കും. ദീർഘകാല വിളയാണ്. ഇലകൾ മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് വിളവ് തരുന്ന ഒരു ചെടിയാണ്. ഈ ചീരകളിലൊക്കെ വളം എന്ന് പറയുന്ന ഏകദേശം സെയിം വളമാണ്, ദ്രവ രൂപത്തിലുള്ള വളമാണ് ഇതിന് നല്ലത്. സ്ലറികൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ വിവിധ തരം സ്ലറികൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് വീഡിയോയിൽ വഴിയെ കാണാം. അതുപോലെ തന്നെ പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, എന്തിന് മൽബറിയുടെ ഇല വരെ നമുക്ക് ചീര വെക്കും പോലെ, തോരൻ വെക്കും പോലെ വെക്കും. ഇനി നമ്മുടെ സ്വന്തം പച്ചച്ചീര, ചുവപ്പ് ചീര, ഇതൊക്കെ മിക്കവാറും എല്ലാവരും കൃഷി ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ളതായിരിക്കും. ഇനി ഞാൻ ചീര കൃഷി ചെയ്യുന്ന ഒരു വിധമാണ്, അതായത് നമ്മൾ ചീര കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇടം നന്നായിട്ട് മണ്ണ് ഇളക്കിയ ശേഷം കുമ്മായൊക്കെ ഇട്ടൊരു 15 ദിവസം വെയിറ്റ് ചെയ്യും. എന്നിട്ട് അളവ് എന്ന് പറയുന്നത് 1:1:1 എന്ന രീതിയിൽ മണ്ണ്, ചാണകപ്പൊടി, മണൽ, ഇത് മൂന്നും നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് മണ്ണൊരുക്കുന്നത്. ഇതിലേക്ക് ഞാൻ സ്ലറി രൂപത്തിലാക്കിയ കോഴിക്കാഷ്ടം പുളിപ്പിച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ചീരകൃഷിയെ സംബന്ധിച്ചിടത്തോളം അടിവളവും നനയുമാണ് പ്രധാനം. 2 നേരം നനയ്ക്കും വേണം, അതുപോലെ അടിവളം കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ ചീര നന്നായിട്ട് വളർന്നു കഴിയും. എന്നിട്ട് ഈ ചീരകൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ മണലൊരുക്കിയത് ഞാൻ 1-2 ദിവസം നന്നായിട്ട് നനച്ച്, ചീരവിത്ത് പാവുമ്പോൾ അല്പം മണലും കൂടി മിക്സ് ചെയ്തിട്ട് വേണം പാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഈവണായിട്ട് സ്പ്രെഡ് ആയി കിട്ടും. പിന്നെ വിത്ത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് തടത്തിന് ചുറ്റും നമ്മൾ കുറച്ച് റവപ്പൊടി വിതറിയേക്കണം. ഇല്ലെങ്കിൽ വിത്ത് പാവിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മഞ്ഞപ്പൊടി വിതറിയിട്ട് കൊടുത്താലും മതി. വിത്ത് പാവി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒന്നിലെ നമുക്ക് ഇവിടെ തന്നെ നിർത്തി ചീര കൃഷി ചെയ്യാം, ഇല്ലെങ്കിൽ അത് നമുക്ക് 4 ഇല പരുവമാകുമ്പോൾ പറിച്ച് ഗ്രോ ബാഗിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്കൊക്കെ നട്ട് അങ്ങനെയും വളർത്താം. വിത്തുകൾ മുളച്ച് തുടങ്ങുമ്പോഴും നമ്മൾ ഈ 2 നേരം നനയ്ക്കുന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ഇതിന് വളം ചെയ്യണം. വളം എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലുള്ള വളമാണ് ഉത്തമം. അപ്പോൾ ഞാനിവിടെ കോഴിക്കാഷ്ടം വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് അത് 10 ഇരട്ടി വെള്ളം ചേർത്താണ് ഒഴിച്ചു കൊടുക്കാറ്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ചീര വളർന്നു കിട്ടുന്നത്. ചീരയുടെ ഇലയുടെ വളർച്ചയ്ക്ക് നൈട്രജൻ ധാരാളം അടങ്ങിയ വളമാണ് കൂടുതൽ നൽകേണ്ടത്. പൊട്ടാസ്യം എന്നിവ കുറയ്ക്കുക. അതുകൊണ്ട് തന്നെ ചീരയ്ക്ക് നമ്മൾ ചാരം തീരെ ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നൈട്രജൻ അടങ്ങിയ വളം എന്ന് പറയുന്നത് നമ്മൾ ശീമക്കൊന്നയുടെ ഇല വെള്ളത്തിലിട്ട് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ മുരിങ്ങയില വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും ഒഴിപ്പിച്ച് കൊടുക്കാം. ചാണകപ്പൊടി, പച്ച ചാണകം പുളിപ്പിച്ച് 10 ഇരട്ടി വെള്ളം ചേർത്ത് അതും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചീരയ്ക്ക് ജൈവ വളമാണ് നല്ലത്. 20 ദിവസം പ്രായമാകുമ്പോൾ തൊട്ട് നമുക്ക് ചീര വിളവെടുത്ത് തുടങ്ങാം. ആഴ്ചയിൽ 2 വട്ടം നിർബന്ധമായ സ്ലറി ഒഴിച്ചു കൊടുത്തിരിക്കും. ചീരയിൽ പ്രധാനമായും വന്നേക്കാവുന്ന രോഗങ്ങളാണ് ഇലപ്പുള്ളി രോഗം, പുഴുക്കൾ, പിന്നെ വെള്ളത്തുരുമ്പ്. ഇലയുടെ അടിയിൽ ഇങ്ങനെ നിറയെ വെള്ളക്കുത്തുകൾ പോലെ വരും. അപ്പോൾ ഈ രോഗത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളത്, ഒരു മുൻകരുതൽ എന്നോണം ഞാൻ ആഴ്ചയിൽ 1 വട്ടം മഞ്ഞപ്പൊടിയും സോഡാപ്പൊടിയും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചീര വിശേഷം. പുതിയ ചീരകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.